നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആലപ്പുഴയിലെ കിരീടം വയ്ക്കാത്ത രാജാവ്. പഴയതിനും ശോഭയോടെ സാറ് തിരിച്ചു വരുന്നത് ഞാൻ കാണിച്ചു തരാം. എന്താ അതുപോരെ? മതി, എനിക്കത് മതി. പകരം എനിക്കിത് തരും. വക്കീല് ചോദിക്കുന്ന എന്തും ചോദിച്ചോളാം. ഇപ്പൊ അല്ല, സാവകാശം. ചോദിക്കേണ്ട സമയത്ത് ഞാൻ ചോദിക്കും. വാക്ക് മാറരുത്. തല പോയാലും ഇല്ല. കൂടെ നിൽക്കുന്ന കൂടപ്പിറപ്പുകളെ പോലും ചതിക്കാൻ മടിയില്ലാത്ത ചെകുത്താന്മാരുടെ രാജാവാണവൻ. പിന്നെ എന്നെ അവൻ ചതിച്ചില്ല, അത്ഭുതപ്പെടാനുണ്ടോ? എത്ര കാലമായെന്നറിയോ ഞാനും എൻ്റെ ഭാര്യയും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. കണ്ണടച്ചാല് ഒരു കുഞ്ഞിന്റെ കരച്ചില മനസ്സ് നിറയെ. അവളെ അവൻ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു എൻ്റെ ഏക ആശ്വാസം. അവൻ ചോദിച്ചത് മുഴുവൻ കണ്ണടച്ച് വാരിക്കോരി കൊടുത്തത് അതുകൊണ്ടായിരുന്നു. അവന്റെ മുഴുവൻ വളർച്ചയും എൻ്റെ പണത്തിന്റെ പിൻബലമാണ്. മാണിക്യമംഗലത്തെ ഓരോ മണൽത്തരികളും എന്നോട് കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും എന്നോടവൻ കാണിച്ചത് നെറുകേട്. ദൈവത്തെ പോലെ കാണേണ്ട എന്നെ ഇടങ്കാലം കൊണ്ട് തൊഴിച്ചെറിഞ്ഞില്ലവൻ. എന്നിട്ട് അവനിപ്പ എന്നെ അറിയില്ലെന്ന്. നീ പറ ചന്ദ്രദാസേ, ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അയാൾ അർഹിക്കുന്നില്ല. കൊല്ലാതെ വിട്ടത് ഞാൻ ചെയ്ത തെറ്റ്. ഇന്നല്ല, അവൻ എന്നെ ചതിച്ചു എന്നറിഞ്ഞ എൻ്റെ അടുത്ത നിമിഷം അന്നേ ഞാനിത് ചെയ്യേണ്ടതായിരുന്നു. അല്ല, ഇനിയെങ്കിലും അവളോട് സത്യങ്ങൾ തുറന്നു പറയണ്ടേ? വേണ്ട, തൽക്കാലം അത് വേണ്ട ചന്ദ്രദാസേ. എന്താ, അവള് വിശ്വസിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണോ? സാരമില്ല, അതെനിക്ക് വിട്ടേക്ക്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതല്ല ചന്ദ്രദാസ്, ചിലപ്പോ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വരില്ല, താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ സംഭവിച്ച അവൾ എന്നേക്കുമായി ഞങ്ങൾക്ക് നഷ്ടപ്പെടും. അവളോട് പറയേണ്ടത് നമ്മളല്ല, അവനാ, വിശ്വനാഥൻ. അവനെ കൊണ്ട് പറയിപ്പിക്കാനാ നമ്മളിപ്പോ പോകുന്നത്. അതെ, അവന്റെ നാവുകൊണ്ട് ആ സത്യം കേൾക്കാൻ അവളെയും കൂട്ടി നമ്മൾ മാണിക്യമംഗലത്തേക്ക് പോകുന്നു. അഥവാ അവൻ സമ്മതിച്ചില്ലെങ്കിൽ നമ്മളവനെ കൊല്ലാക്കൊല ചെയ്യും. മാണിക്യമംഗലത്തുനിന്ന് കുടിയിറക്കും. അതിനവൻ ഒരുക്കമില്ലെങ്കിൽ കൊല്ലും ഞാൻ അവനെ. ചന്ദ്രദാസ് എന്റെ കൂടെ നിൽക്കില്ലേ? സംശയം എന്താ? ഒരു വലിയ ആപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്ത് സത്യവും ന്യായവും ഉണ്ടെന്ന്
100% ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാ. ഞാനുണ്ടാവും ഇനി മുതൽ എന്തിനും ഏതിനും ഈ ചെട്ടിയാർക്കൊപ്പം. റുക്കോ, അയ്യാ അയ്യാ, നീ നമ്മുടെ അലമേലുവിനൊന്ന് വിളിച്ചേ. എന്താ അയ്യാ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കുറച്ച് വാശിയുണ്ടെന്നേ ഉള്ളൂ. അലമേലു പാവാ. അല്ല, അവളെ തെറ്റു പറയാനും പറ്റില്ല. ആരാ എന്താണെന്നൊക്കെ അറിയാഞ്ഞിട്ടും കൂടി അവളായതുകൊണ്ടല്ലേ ഇത്രയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. എന്തിനാ വിളിച്ചേ? നമ്മൾ ഒരുമിച്ച് ഉടൻ മാണിക്യമംഗലത്തേക്ക് പോകുന്നു. വിശ്വനാഥനെ നേരിൽ കാണാൻ. കൂടെ ചന്ദ്രദാസും ഉണ്ടാവും. പോകുന്നവർ പോയിക്കോളൂ, ഞാൻ ഇങ്ങോട്ടുമില്ല. മോളെ അലമേലു, ഞാൻ ആരുടെയും മോളുമല്ല അലമേലുമല്ല. ഞാൻ മാണിക്യമംഗലത്ത് ആതിരയാ. ഈ നിൽക്കുന്ന ചന്ദ്രദാസിന്റെ ഒറ്റ പെങ്ങൾ. അല്ല, ഒരിക്കലും അല്ല. നീ ചെട്ടിയാർ വീട്ടിലെ പെണ്ണാണ്. ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായല്ലോ. ഇതിന് വ്യക്തമായൊരു തെളിവ് തരാതെ ചെട്ടിയാർ വീട്ടിലെ പെണ്ണെന്ന് പറയുമ്പോ അതെങ്ങനെയാണെന്ന് നിങ്ങൾ തുറന്നു പറയാതെ ഞാൻ ഇനി നിങ്ങൾ പറയുന്ന ഒന്നും അനുസരിക്കില്ല. ഞാൻ മാണിക്യമംഗലത്ത് നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ നിങ്ങൾ അത് എന്നോട് പറഞ്ഞേ പറ്റൂ. നമ്മൾ മാണിക്യമംഗലത്തേക്ക് പോകുന്നത് തന്നെ അത് നേരിട്ടറിയാനാണല്ലോ. വിശ്വനാഥന്റെ നാവിൽ നിന്ന്. എനിക്ക് കേൾക്കേണ്ടത് വിശ്വനാഥ മുതലാളിയുടെ നാവിൽ നിന്നല്ല, നിങ്ങളുടെ നാവിൽ നിന്ന. കാരണം ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അയാളുടെ പെങ്ങളല്ലെന്ന്. ഞാൻ മാണിക്യമംഗലത്തെ അല്ല നിങ്ങളുടെ ആരോ ആണെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങളാ. അപ്പൊ പിന്നെ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കല്ലേ? അത് തെളിയിക്കാനല്ലേ നിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ പോയി ഒരു നാടകം കളിക്കാൻ ഞാനില്ല. മാണിക്യമംഗലത്തെ നെറിയിട്ടവർക്ക് മുന്നിൽ കഥ അറിയാതെ അങ്ങനെ പോയി പകച്ചു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് പറയണം. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഞാൻ നിങ്ങൾക്കൊപ്പം മാണിക്യമംഗലത്തേക്ക് വരാം. മാണിക്യമംഗലത്തേക്കെന്നല്ല, നിങ്ങൾ വിളിക്കുന്ന എവിടേക്കും ഞാൻ വരാം. നീ എന്താ മോളെ ഇങ്ങനെ? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി തേടിയല്ലേ മാണിക്യമംഗലത്തേക്ക് നിങ്ങളിപ്പോ പോകുന്നത്? ഇത് തന്നെയല്ലേ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ അവിടെ പോയി ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ എന്നെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ഭർത്താവിനും വീട്ടുകാർക്കും കോടികളുടെ സമ്മാനങ്ങൾ കൊടുത്ത് എന്നെ നിങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, സർവ്വ സ്വാതന്ത്ര്യവും അനുവദിച്ച് എന്നെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രം. അതൊക്കെ പറയാൻ കുറച്ച് സമയം വേണം മോളെ. അപ്പൊ ഇതേ കഥ മാണിക്യമംഗലത്തുകാർ പറയുമ്പോഴും സമയം വേണ്ടേ? നീ എന്നെ കുഴപ്പിക്കല്ലേ മോളെ. ആ വിശ്വനാഥൻ എവിടേക്കെങ്കിലും പോയി കളയും മുമ്പ് നമുക്ക് ഉടനെ അവിടെ എത്തണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് കഥ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല.
എന്റെ കഥച്ചപ്പിന്റെ താക്കോല് അവന്റെ കയ്യിലായി പോയില്ല മോളെ. ശരി, കഥ പറയണ്ട. ഞാൻ ആരുടെ മകളാണെന്നെങ്കിലും പറഞ്ഞൂടെ? എന്താ, അത് പറയാനും ബുദ്ധിമുട്ടുണ്ടോ?